നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേര് ഇനിയില്ല. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി ഇനി VBG റാംജി പദ്ധതി എന്നാക്കിയിരിക്കുകയാണ്. പദ്ധതിയുടെ പേര് മാത്രമല്ല മാറ്റിയിരിക്കുന്നത്, പദ്ധതി തന്നെ അടിമുടി മാറ്റിയിരിക്കുകയാണ്. മുൻപ് പദ്ധതിയുടെ 90% കേന്ദ്രവും 10% സംസ്ഥാന സർക്കാരുകളുമായിരുന്നു. എന്നാൽ പുതിയ പദ്ധതി പ്രകാരം കേന്ദ്ര വീതം 60%വും സംസ്ഥാന വീതം 40%മായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, മുൻപ് ചെയ്തിരുന്ന എല്ലാ തൊഴിലും ഇനി പുതിയ പദ്ധതി പ്രകാരം ഉൾപ്പെടുത്താൻ കഴിയില്ല. പുതിയ പദ്ധതിയുടെ നിയമപ്രകാരം കാലാവസ്ഥ, ജലസുരക്ഷ, പ്രളയ പ്രതിരോധം, ഗ്രാമീണ റോഡ് വികസനം, ചന്തകൾ, പഴം പച്ചക്കറി സംഭരണികൾ തുടങ്ങിയവയൊക്കെയായിരിക്കും ജോലിയെടുക്കേണ്ട സ്ഥലങ്ങൾ. തൊഴിൽ ദിനം 100-ൽ നിന്ന് 125 ദിവസമാക്കി ഉയർത്തി. ചുരുക്കം പറഞ്ഞാൽ നല്ല കായികാധ്വാനമുള്ള ജോലിയായി മാറിയിരിക്കുന്നു നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതികൾ. കൂലി കൃത്യം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നൽകണം. അങ്ങനെ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ സർക്കാർ തൊഴിലില്ലായ്മ വേതനം നൽകണം. മാത്രമല്ല, കേന്ദ്രം നിർദ്ദേശിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രമായിരിക്കും ഇനി ജോലി. മുൻപ് ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വളരെ ലളിതകരമായ ജോലിയിലൂടെ അവർക്ക് 100 ദിവസത്തെ തൊഴിലും കൃത്യമായ വേതനവും നൽകുക എന്നുള്ളതായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുത്തൻ പരിഷ്കാരങ്ങൾ വഴി നിലവിലെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലുറപ്പുകാരെ ഇത് ഗുണകരമായി ബാധിക്കുമോ അതോ ദോഷകരമായി ബാധിക്കുമോ എന്നത് വരും കാലങ്ങളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം.